എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് 23 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ധനസഹായമാണ്. 2000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത്. ഈ വർഷത്തെ 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകുമെന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞു. ഈ സമയത്ത് കേരളത്തിലെ കർഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ്, നമ്മുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ഉണ്ട് എങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള അവസരം കിസാൻ സമ്മാൻ നിധി ഒരുക്കി തരുന്നുണ്ട്. പദ്ധതിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്കിതിലേക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ പ്രധാനമായിട്ടും കർഷകർ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ വയ്ക്കുന്ന കർഷകർക്ക് 2018-19 സാമ്പത്തിക വർഷത്തിൽ ഒരു വർഷത്തിൽ അവർക്ക് കൃഷിഭൂമി ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒരു സമയത്തുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള കൃഷി സ്ഥലത്തിൻ്റെ രേഖകൾ വെച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കർഷകർ ഇപ്പോഴും ഒരു സ്ഥലം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ കരമടച്ച രസീത് കൂടി ഉള്ളടക്കം ചെയ്യേണ്ടി വരുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ മുൻപ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആധാർ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി. ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത് ക്ലെയിം ചെയ്യുവാൻ സാധിക്കുന്നത്. ഒന്നിലധികം പേർക്ക് ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കുന്നതല്ല. അതായത് ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിൽ ഒരാൾക്ക് മാത്രമാണ് സഹായം ക്ലെയിം ചെയ്ത് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷ വയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ ഇനി ആനുകൂല്യം ലഭിക്കുന്ന ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് 4ഓളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് പൂർത്തീകരിക്കാനായിട്ടുള്ളത്. അതിൽ 20 ഇൻസ്റ്റാൾമെൻറ്റുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി KYC, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളവരാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് കൂടിച്ചേർക്കപ്പെട്ട 4ാമത്തെ ഒരു പ്രധാന കടമ്പ കൂടിയുണ്ട്. അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി, അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഫാർമേഴ്സ് ID എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് സൈറ്റ് നിർത്തി വച്ചിരിക്കുകയാണ്. OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത് ID എടുത്തവർ മാത്രം പോരാ, അത് വെരിഫൈഡ് ആവണം. അങ്ങനെയുള്ള കർഷകർക്കായിരിക്കും ഇനി മുതൽ 2000 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ഇത് ഒരുപാട് കർഷകർ പൂർത്തീകരിക്കാനായിട്ട് അവശേഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല പലരുടെയും വെരിഫൈ ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇളവോട് കൂടിയാവാം ഒരുപക്ഷെ വിതരണം നടത്തുന്നത്. അങ്ങനെയാണ് എങ്കിൽ എല്ലാവർക്കും 2000 രൂപ ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ ഫാർമേഴ്സ് ID എടുത്ത കർഷകർക്ക് മാത്രമായിട്ടാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് അറിയിച്ചിരുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിസാൻ സമ്മാൻ നിധി നിലവിലുള്ള കർഷകർക്ക് നമ്മുടെ രേഖകളിൽ ഏതെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യുവാനുള്ള സംവിധാനം, ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു കർഷകരെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി പല ഓപ്ഷനുകളുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ചിലർ അബദ്ധത്തിൽ ഇത് സറണ്ടർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സറണ്ടർ ചെയ്തവർക്ക് അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം, ഇതെല്ലാം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.